ആലിഹി വസഹബിഹി അജ്മഈൻ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ നിദാനം അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടി എന്ന പ്രതിഭാസത്തിന് രൂപം നൽകിയതിന്റെ ഉദ്ദേശ ലക്ഷ്യം അല്ലാഹുവിന്റെ കബീരിയത്തിനെ വാഴ്ത്താനും പുകഴ്ത്താനും ഒക്കെ ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ആ വിഭാഗത്തിൽ തന്നെ അല്ലാഹു ഏറ്റവും ബഹുമാനിച്ചതും ആദരിച്ചതും മനുഷ്യനെ തന്നെയാണ്. എന്നാൽ അഹങ്കാരത്തിന്റെ അതിരില്ലാത്ത രീതിയിലേക്ക് മനുഷ്യൻ വകമാറുമ്പോൾ അവന്റെ ഖൽബിൽ നിന്നും ഇലാഹിയത്തിന്റെ പ്രണയ സ്പർശനം വളരെ ദൂരത്താവുന്നതാണ്. മഹാന്മാരായ സൂഫിയാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പ്രശസ്ത സൂഫി ഗാന രചയിതാവ് മൻസൂർ പുത്തനത്താണി തന്റെ വരികളിലൂടെ കുറിച്ചു വെക്കുന്നതും അതാണ്. ശരീഅത്തിന്റെ ഇതിവൃത്തത്തിൽ ചില വരികൾ അഹം കൊണ്ട് മുളച്ച മരമയിൽ പൂവ് വിരിയൂല, അഹം കൊണ്ട് മുളച്ച മരമയിൽ പൂവ് വിരിയൂല, പൂവ് വിരിയൂല. കിബിർ കൊണ്ട് കുഴിച്ചിലെ വെള്ളം പറ്റൂല, ദാഹം തീരൂല. വേഷം കണ്ടൊരാളെ അടക്കാനാകൂല, ഉള്ളു കാണൂല. തെറ്റ് കണ്ടാൽ കുറ്റം പറയും രീതി പറ്റൂല, തിരുത്തിയാതോകൂല. അഹങ്കാരം കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ നാഥനായ അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെയും പ്രകാശം അവന്റെ ഖൽബിൽ ജ്വലിക്കുകയും അല്ലാഹുവിന്റെ അവന്റെ ഖൽബിൽ വിരിയുകയും അതേപോലെ കിബർ കൊണ്ടുവരാൻ കിണർ കുഴിച്ച് അവന്റെ ദാഹം ശമിക്കുകയില്ല. വേഷവിധാനങ്ങൾ കൊണ്ട് ഒരാളെയും പുറമെ നിന്ന് അളക്കാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹുവിനെ മാത്രമാണ് അവന്റെ ഖൽബിനെ അറിയാൻ സാധിക്കുന്നത്. ദാഹം തീരൂല, മുന്നിലോ പിന്നിലോ ഉള്ള ആൾ കണ്ടിട്ടും സുഖിക്കാൻ പറ്റൂല, മുന്നിലോ പിന്നിലോ ഉള്ള ആൾ കണ്ടിട്ടും സുഖിക്കാൻ പറ്റൂല. വാക്കിലോ നോക്കിലോ ധൈര്യം വന്നു എന്നാലും നമ്പാനാകൂല. ഒറ്റയ്ക്ക് വന്നിങ്ങോട്ട് ഇനി ഒറ്റയ്ക്ക് പോണോട്ട്, നീ ഒറ്റയ്ക്ക് വന്നിങ്ങോട്ട് ഇനി ഒറ്റയ്ക്ക് പോണോട്ട്. ഇടയിലരുന്ന മധുരം കണ്ട് മസ്ത് കേരള കൂടെ പോരൂല, കൂടെ പോരൂല. അവർ നിന്നെ ഏത് രീതിയിൽ ആകർഷിക്കാനും നിന്റെ ജീവിത യാത്രക്കിടയിൽ നിന്റെ കൂടെ ഭൗതികമായ ചിന്താധാരകളിൽ അലിഞ്ഞു ചേരുന്നത് കണ്ട് നീ ശ്രദ്ധിക്കരുത്. അല്ലാഹു നിന്നെ ഇങ്ങോട്ടേക്ക് പടച്ചു വിട്ട് ധരിച്ചാണ് നിന്റെ ജീവിതാന്ത്യവും നീ ഇഹം പിരിയുന്നതും ധരിച്ചു തന്നെയാണ്. അതുകൊണ്ട് ഭൗതികതയുടെ പളപളപ്പിൽ നിന്റെ കണ്ണുകൊണ്ട് മങ്ങിപ്പോകരുത്. അതിൽ വഞ്ചിതനാവരുത്. വെള്ളം പറ്റൂല, ദാഹം തീരൂല. പള്ളിയോ സ്ഥാനമോ കയ്യിലെന്ന് പറഞ്ഞ
പ്രശസ്തിയാലും നീ എത്ര വലിയ ആളാണെങ്കിലും ദുനിയാവിന്റെ ആളുകൾക്ക് മുമ്പിൽ നീ കേമനായിരിക്കാം. എന്നാൽ അതാണ് നിന്റെ അഹങ്കാരത്തിന്റെ നിദാനമാണെങ്കിൽ രാജാതിരാജനായ തമ്പുരാന്റെ മുന്നിൽ നീ ഒന്നുമല്ലെന്ന് നീ തിരിച്ചറിയുക. ഒരാളുടെ പിടവ് കണ്ടാൽ അതെത്ര വലിയ തെമ്മാടിയാണെങ്കിലും അവനോട് സ്നേഹോപദേശം പറയുകയല്ലാതെ അവനെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ നിനക്ക് അവകാശമില്ല. കാരണം അല്ലാഹുവാണ് നിന്നെ ഉന്നതനാക്കുന്നതും നിന്നനാക്കുന്നതും. ഓ മനുഷ്യ, ഇത്രയേറെ നിസാരനായ നീ അല്ലാഹു നിനക്ക് തന്ന ഐശ്വര്യകാലത്തിൽ ആ പടച്ചുറപ്പിട്ട് ത്വഅത്ത് ചെയ്യാൻ അവനെ വണങ്ങാൻ നീ മടിക്കരുത്, നീ മറക്കരുത് എന്ന് KH താനൂർ വരികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു തുള്ളി നീങ്ങുമോ തെളിത്തെ ആകെ നിന്നെ തള്ളി കാണാത്തതെന്താ കണ്ടി കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തെളി ആകെ നിന്നെ തള്ളി കാണാത്തതെന്താ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമല്ല നിന്റെ പടച്ചതമ്പുരാനെ നീ ഓർക്കേണ്ടത് സദാസമയവും ആ റബ്ബിനായി നീ അലിഞ്ഞു ചേരണം. കാരണം വെറും നിസാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നുള്ള നിയമനാണ്. അതുകൊണ്ട് അഹങ്കരിക്കാനുള്ള യാതൊരു അവകാശവും നിനക്കില്ല എന്ന് കവി നമ്മെ പഠിപ്പിക്കുകയാണ്. സർവ്വ ഉദക്കവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.